ഈ പറയാൻ പോകുന്ന ഇസ്മിനെ മുടങ്ങാതെ ഓതി വരികയാണ് എങ്കിൽ ആലസ്യം മാറി സന്തോഷം ലഭിക്കും. 115 പ്രാവശ്യം വീതം മുടങ്ങാതെ ഓതി വന്നാൽ മറവായ കാര്യങ്ങൾ, അതായത് ഗായിബായിട്ടുള്ള കാര്യങ്ങൾ അല്ലാഹു സുബ്ഹാനഹു തആല അവന് വെളിപ്പെടുത്തി കൊടുക്കും എന്നുള്ളതാണ്. അതുപോലെ 1400 പ്രാവശ്യം നിത്യേന ഓതിയാൽ ഉറപ്പായിക്കൊണ്ടും ഗായിബായ അറിവ് അവന് ലഭിക്കും എന്നുള്ളതാണ്. അപ്പം ചെയ്യേണ്ട രൂപം ബിസ്മിയും ഹംദും സ്വലാത്തും ചൊല്ലിയതിന് ശേഷം യാ മുഹൈമിനു യാ അല്ലാഹ് എന്നുള്ള ഈ ഇസ്മ്, ഈ പറയുന്ന മേൽനോട്ടം വഹിക്കുന്നവനെ എന്നർത്ഥം വരുന്ന ഈ ഇസ്മ് ഈ പറഞ്ഞ എണ്ണം അനുസരിച്ച് ചൊല്ലുകയാണ് എങ്കിൽ ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ അവനക്ക് ലഭിക്കും എന്നുള്ളതാണ്. അവസാനിപ്പിക്കുന്ന സമയത്ത് 3 സലാത്തോടു കൂടി അവസാനിപ്പിക്കുക. അല്ലാഹു സുബ്ഹാനഹു തആല എല്ലാ കാര്യങ്ങളും ഖൈർ ബർക്കത്ത് പ്രദാനം ചെയ്യുമാറാകട്ടെ.